Hi dears, welcome to all. In the previous class, we have completed the chapter The Sacred Turtles of Kadao. We haven't get enough time to discuss the activity of that chapter. So, today let us discuss the activity of that. Please listen. First of all, let us discuss the summary of that chapter. Sacred Turtles of Kadao tells about a strange custom still followed by Namuana. സേക്രഡ് ടർട്ടിൽസ് ഓഫ് കടാവു എന്ന ഈ ഒരു ചാപ്റ്റർ നമ്മോട് പറയുന്നത് ഒരു വിചിത്രമായ ആചാരത്തെക്കുറിച്ചാണ്. നമുവാന വില്ലേജിലെ ജനങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിചിത്രമായ ഒരു ആചാരമാണത്. ഇറ്റ് ആൾസോ ടെൽസ് അസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ് കസ്റ്റം ടേർട്ടിൽ കാളിംഗ്. അതുപോലെ തന്നെ ഈ ഒരു കഥ പറയുന്നത് വിചിത്രമായ ഒരു ആമവിളിയെക്കുറിച്ചാണ്, കൂടാതെ അതിന് പിന്നിലുള്ള ഒരു കഥയെക്കുറിച്ചും. കടാവു ഈസ് വൺ ഓഫ് ദ ലാർജർ ഐലൻഡ് ഇൻ ഫിജി ഗ്രൂപ്പ്. ഫിജി ഗ്രൂപ്പിലെ ഒരു വലിയ ഐലൻഡായിരുന്നു കടാവു. നമുവാന ഈസ് വില്ലേജ് ഇൻ ദിസ് ഐലൻഡ്. നമുവാന എന്നത് ഈ വില്ലേജിലെ ഒരു ദ്വീപ് തന്നെയായിരുന്നു. വിച്ച് ഈസ് സിറ്റുവേറ്റഡ് നിയർ ടു എ ബ്യൂട്ടിഫുൾ ബേ. മനോഹരമായ ഒരു കടലിടുക്കിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജായിരുന്നു നമുവാന. ഇറ്റ് ഈസ് ഹിയർ ദ അൺയൂഷ്വൽ കസ്റ്റം ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ടു ദ സർഫസ് ഓഫ് ദ സീ ടേക്സ് പ്ലേസ്. ഇവിടെയാണ് ഈ ഒരു വിചിത്രമായ ആചാരം നിലനിൽക്കുന്നത്. എന്താണ് ആചാരം? ആമകളെ കടലിൻ്റെ ഉപരിതലത്തേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ള ഒരു ആചാരമാണത്. വെൻ ദ വിമൻ ഓഫ് നമുവാന വില്ലേജ് കം ടുഗദർ ടു ദ ബീച്ച്. നമുവാന വില്ലേജിലെ സ്ത്രീകളെല്ലാവരും ബീച്ചിലേക്ക് ഒരുമിച്ച് കൂടും. ദെൻ സിങ് എ സ്പെഷ്യൽ സോങ്. എന്നിട്ട് വളരെ വിചിത്രമായ ഒരു പാട്ട് പാടും. അതേസമയം വി ക്യാൻ സീ ടേർട്ടിൽസ് കമ്മിങ് ടു ദ സർഫസ് ഓഫ് ദ സീ. ഒരുപാട് ആമകൾ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇഫ് എനിബഡി ഫ്രം ദ നൈബറിംഗ് വില്ലേജ് നബൂക്കലേവു ഈസ് പ്രസൻറ്റ് ദർ. തൊട്ടടുത്ത ഗ്രാമമായ നബൂക്കലേവുവിലെ ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ദ ടേർട്ടിൽസ് വിൽ നോട്ട് റൈസ് ഡ്യൂറിങ് ദാറ്റ് റിച്വൽ. ഒരാമ പോലും ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. The story behind this ritual is so famous that even today parents tell it their children. ഈ ഒരു ആമവിളിക്ക് പിന്നിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. The story is following. ആ ഒരു കഥയാണ് താഴെ കാണുന്നത്. Once upon a time, ഒരിക്കൽ there was a princess in നമുവാന വില്ലേജ് called ടിനൈക്കൊബേഗ. അവിടെ നമുവാന വില്ലേജിൽ ടിനൈക്കൊബേഗ എന്ന ഒരു രാജ്ഞി താമസിച്ചിരുന്നു. ഷി വാസ് ദ വൈഫ് ഓഫ് ദ വില്ലേജ് ചീഫ്. അവിടുത്തെ നാട്ടിലെ മൂപ്പൻ്റെ ഭാര്യയായിരുന്നു അവർ. ആൻഡ് ഹാഡ് എ ഡോട്ടർ കോൾഡ് റൊഡാലിസ്. അവർക്ക് റൊഡാലിസ് എന്നൊരു മകളുണ്ടായിരുന്നു. ദേ യൂഷ്വലി വെൻറ്റ് ഫിഷിംഗ് എറൗണ്ട് ദെയർ ഹോം. അവർ സാധാരണയായി അവരുടെ വീടിന് ചുറ്റുമുള്ള കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാറുണ്ടായിരുന്നു. വൺ ഡേ ദേ വെൻറ്റ് എ ലോങ് ഡിസ്റ്റൻസ്. ഒരിക്കൽ അവർ ഒരുപാട് അകലേക്ക് പോയി. വേർ നോട്ട് ഏബിൾ ടു സീ. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. എ ഗ്രൂപ്പ് ഓഫ് ഫിഷർമെൻ ഫോളോയിങ് ദം. കുറച്ച് മുക്കുവന്മാർ അവരെ പിന്തുടർന്നത് അവർക്ക് കാണാൻ സാധിച്ചില്ല. ദേ വേർ ഫ്രം നബൂക്കലേവു. ആ ഒരു മുക്കുവന്മാർ നബൂക്കലേവിൽ നിന്നുള്ളവരായിരുന്നു. ദേ കോട്ട് ദ വിമിൻ. അവർ ആ സ്ത്രീകളെ പിടിച്ചു. ടൈഡ് ദെയർ ഹാൻഡ്സ് ലെഗ്സ് യൂസിങ് വൈൻ. മുന്തിരിവള്ളി കൊണ്ട് അവരുടെ കാലുകളും കൈകളൊക്കെ കെട്ടി. ദെൻ ത്രീവ് ദം ഇൻ ടു ദെയർ ക്യാനോ. എന്നിട്ട് അവരുടെ വഞ്ചിയിലേക്ക് എറിഞ്ഞു. ദ ഫിഷർമെൻ കിഡ്നാപ്പ്ഡ് ദ ലേഡീസ്. ഈ ഒരു മുക്കുവന്മാർ ആ ഒരു സ്ത്രീകളെ കിഡ്നാപ്പ് ചെയ്തു. സ്റ്റാർട്ടഡ് ദെയർ ജേണി. എന്നിട്ട് അവർ യാത്ര തുടങ്ങി. ബാക്ക് ടു ദെയർ ഹോം. അവരുടെ വീട്ടിലേക്ക്. ഓൺ ദ വേ, ഈ ഒരു പോകുന്ന സമയത്ത് there was a storm created by the gods. ദൈവത്തിനാൽ അവിടെയുള്ള കടൽ ദേവന്മാർ വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു.
ആൻഡ് ദ വേവ്സ് സ്വാംപ്ഡ് ദ കാനോ. ഈ ഒരു തിരമാലകൾ ഈ ഒരു വഞ്ചിയെ വെള്ളത്തിലാഴ്ത്തി. സഡൻലി ദ ടു വിമൻ ചേഞ്ച്ഡ് ഇൻ ടു ടേർട്ടിൽസ്. പെട്ടെന്ന് തന്നെ ഈ രണ്ട് സ്ത്രീകളും കടലാമകളായി മാറി. ഫിഷർമെൻ ത്രീ ദം ഇൻ ടു ദ സീ. ഈ മുക്കുവന്മാർ അവരെ കടലിലേക്ക് എറിഞ്ഞു. ദെൻ ദ സീ ബിക്കെയിം കാം. പിന്നീട് കടൽ ശാന്തമായി പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷമൊക്കെ മാറി. ദ ഫിഷർമെൻ റിട്ടേൺ ടു ദെയർ വില്ലേജ്. ഈ ഒരു മുക്കുവന്മാർ അവരുടെ വില്ലേജിലേക്ക് തിരിച്ചുപോയി. ദ വിമൻ നൗ ടേൺ ടു ടേർട്ടിൽസ് സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ ദ സീ. ഈ രണ്ട് സ്ത്രീകളും ആമകളായി മാറി കടലിൽ ജീവിക്കാൻ തുടങ്ങി. ദെൻ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ്. വിശ്വസിക്കപ്പെടുന്നു. ദ ഡിസെൻഡൻസ് ഓഫ് ദീസ് ടേർട്ടിൽസ്. ഈ രണ്ട് കടലാമകളുടെ പിൻഗാമികളാണ്. ദാറ്റ് കം ടു ദ സർഫേസ്. അവരാണ് ഉപരിതലത്തിലേക്ക് വരുന്നത്. ദ വിമൻ ഓഫ് നമുവാന കോൾസ് ദം. നമുവാന വില്ലേജിലെ സ്ത്രീകൾ വിളിക്കുമ്പോൾ കടലിലെ ഉപരിതലത്തിലേക്ക് വരുന്നവർ ഇവരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത്രയുമാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1 അറ്റ് ദ പേജ് നമ്പർ 94 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഹൂ ഡു യു തിങ്ക് ആർ റിയലി പണിഷ്ഡ്? യഥാർത്ഥത്തിൽ ഇവിടെ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? നിങ്ങൾ ആരെയാണ് ചിന്തിക്കുന്നത്? ദ നബൂക്കലേവു ഫിഷർമാൻ. നബൂക്കലേവുവിലെ ഫിഷർമാൻ ആണോ? ഓർ ദ ടു വിമൻ ഫ്രം നമുവാന. അതല്ല, നമുവാനയിലെ സ്ത്രീകളാണോ? ഡിസ്കസ് ദ സിറ്റുവേഷൻ ഇൻ ദ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വുമൺ. നിലവിലെ സാഹചര്യത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. എന്താണ് ഇവിടെ ഉള്ള ഒരു സാഹചര്യം? അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കണ്ടക്ട് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യുക. എന്താണ് ടോപ്പിക്? ആർ വിമൻ എംപവേർഡ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സമുദായത്തിൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടവരാണോ? അതിന് 2 പോയിൻറ്സും അതിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. 2 പോയിൻറ്റ്സ് എഴുതണം. 4 പോയിൻറ്റ്സ് ആൻഡ് എഗെയിൻസ്റ്റ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു കോളമാക്കി തിരിച്ചിട്ടാണ് എഴുതിയത്. 4 പോയിൻറ്റ്സ് ആൻഡ് എഗെയിൻസ്റ്റ് പോയിൻറ്റ്സ്. 4 പോയിൻറ്റ്സ് വിമൻ എംപവേർഡ്. 4 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടവരാണ് എന്നുള്ളതും, എഗെയിൻസ്റ്റ് പോയിൻ്റ് പ്രോബ്ലംസ് ഓഫ് വിമൻ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും. ഈ ഒരു 2 കോളമായിട്ട് തിരിച്ചത് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഈസ് 4 പോയിൻറ്റ്. വിമൻ ആർ ഗിവൺ ഗുഡ് എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം ഇവിടെ നൽകപ്പെടുന്നുണ്ട്. അത് വിമൻ എംപവേർഡ് ആണെന്നതിൻ്റെ തെളിവാണ്. എന്നാൽ എഗെയിൻസ്റ്റ് പോയിന്റിൽ ദേ ആർ നോട്ട് ഗിവൺ ഗുഡ് എഡ്യൂക്കേഷൻ. അവർക്ക് നല്ല വിദ്യാഭ്യാസം ഇവിടെ നൽകുന്നില്ല. ദെൻ സെക്കൻഡ് പോയിന്റ്, ഹെൽത്ത് കെയർ മെഷേഴ്സ് ഫോർ വിമൻ ആർ ഇംപ്ലിമെൻറ്റഡ്. സ്ത്രീകൾക്കുള്ള ആരോഗ്യ പദ്ധതികളെല്ലാം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. എഗെയിൻസ്റ്റ് പോയിന്റ്, ദ ഹെൽത്ത് ഓഫ് വിമൻ വാസ് ഡിക്ലൈനിങ് ബിക്കോസ് ദ ലാക്ക് ഓഫ് കെയർ. സ്ത്രീകളുടെ ആരോഗ്യം നശിക്കുകയാണ്. എന്തിനാൽ? ശ്രദ്ധയുടെ, കെയറിൻ്റെ പോരായ്മ കൊണ്ട്. ദെൻ തേർഡ് പോയിന്റ്, ദ റേപ്പിസ്റ്റ് ആർ സിവിയർലി പണിഷ്ഡ്. സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നവർ വളരെ കഠിനമായി ഇവിടെ ശിക്ഷിക്കപ്പെടുന്നു. ഓൾ സപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് ഫോർ ദ വിക്ടിം. ഈ ഒരു പീഡനത്തിന് ഇരയായവർക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നൽകപ്പെടുന്നു. ഇത് വുമൺ എംപവേർഡ് ആണെന്ന് കാണിക്കാനാണ്. എന്നാൽ എഗെയിൻസ്റ്റ് പോയിന്റിൽ വിമൻ ആൾവേസ് ബിക്കം വിക്ടിംസ് ഓഫ് റേപ്പിസ്റ്റ്. സ്ത്രീകൾ സ്ഥിരമായി പീഡനത്തിന് ഇരയാക്കപ്പെടുന്നു. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ റിവീൽസ് നൗ ആൾസോ. ലിംഗവ്യത്യാസം എപ്പോഴും ഇവിടെ നടമാടുന്നു, എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, വിമൻ ആർ ഗിവൺ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ദേ ആർ ഇൻ ഓൾ ജോബ്സ്. സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. എല്ലാ ജോലികളും അവർ ഉൾപ്പെടുന്നു, എല്ലാ ജോലികളും അവർ ചെയ്യുന്നു. എഗെയിൻസ്റ്റ് പോയിന്റിൽ വിമൻ ഹാവ് നോ ഫ്രീഡം. സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല.
ദേ ആർ ഓൾവേസ് ടോർച്ചേർഡ് ബൈ മെൻ. അവർ സ്ഥിരമായി പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയാണ്. ഷീ ഈസ് ഇൻഫീരിയർ ടു മെൻ. അവൾ എപ്പോഴും പുരുഷനേക്കാൾ ഒരു പടി താഴെയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, വിമൻ ഹാവ് എക്കണോമിക് ഫ്രീഡം, റിസർവേഷൻ ഇൻ ഓൾ ഫീൽഡ്സ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. റിസർവേഷൻ ഇൻ ഓൾ ഫീൽഡ്സ്, എല്ലാ ഫീൽഡുകളിലും അവർക്ക് സീറ്റുകൾ റിസർവ്ഡ് ആണ്. അതിന് എഗെയിൻസ്റ്റ് പോയിന്റ്, വിമൻ ഈസ് അണ്ടർ പെയ്ഡ്. സ്ത്രീകൾക്ക് ശമ്പളം നൽകുമ്പോൾ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുരുഷന്മാർക്ക് ലഭിക്കുന്ന അത്ര ശമ്പളം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ റെസ്പെക്റ്റഡ് ബൈ ഓൾ. അവരെ എല്ലാവരും ബഹുമാനിക്കുന്നു. എഗെയിൻസ്റ്റ് പോയിന്റിൽ, വിമൻ ആർ നോട്ട് റെസ്പെക്റ്റഡ്. സ്ത്രീകളെ ആരും ബഹുമാനിക്കുന്നില്ല. ദേ ആർ ട്രീറ്റഡ് ആസ് ഡൗൺ ട്രോഡൻ. അവരെ ചവിട്ടി മതിക്കപ്പെട്ടവരെ പോലെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഇത്രയുമാണ് 4 points ആൻഡ് എഗെയിൻസ്റ്റ് പോയിന്റ്. ചിലപ്പോൾ എക്സാമിന് 4 points മാത്രമായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് പോയിന്റ് മാത്രമായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ നന്നായി ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. You have read the story of an unusual Fijian ritual. അസാധാരണമായ ഫിജിയൻ ആചാരത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചല്ലോ. Can you think the similar rituals practiced in your locality? നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? Discuss and prepare a write-up on a ritual popular in your locality. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നല്ല ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. ഓൺ എ റിച്വൽ പോപ്പുലർ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരത്തെക്കുറിച്ച്. ഇത് എക്സാമിന് പലതവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണം, അതുപോലെ തന്നെ വിഷു, അങ്ങനെയുള്ള ഓണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതിൽ മഹാബലിയുടെ കഥയ്ക്ക് ഉൾപ്പെടുത്തി എഴുതാം. അതെല്ലാം ഇതിൽ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. In my village there is a ritual of women. എൻ്റെ വില്ലേജിൽ ഒരു ആചാരമുണ്ടായിരുന്നു. ഓഫ് വിമൻ വിച്ച് ഈസ് പെർഫോംഡ് ടു ഗെറ്റ് ബ്ലെസ്സിങ് ഫോർ ഹെർ ഫാമിലി. ആ ഒരു ആചാരം നടപ്പിലാക്കുന്നത് അവൾക്ക് ഫാമിലിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാൻ വേണ്ടിയാണ്. ദ റിച്വൽ ഈസ് നെയ്മഡ് ത്യാഗ. ഈ ഒരു ആചാരത്തിൻ്റെ പേരായിരുന്നു ത്യാഗ ഓർ സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യാഗം. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. ജൂലൈ മാസത്തിലാണ് ഈ ഒരു ആചാരം ആഘോഷിക്കുന്നത്. ടു ടേക്ക് പാർട്ട് ഇൻ ദ റിച്വൽ വിമൻ ഹാവ് ടു ഒബ്സർവ് ലെൻഡ് ഫോർ 1 month. ഈ ഒരു ആചാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്ത്രീകൾ 1 മാസം നോമ്പ് എടുക്കും. ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ലെൻറ്റ്, നോമ്പിൻ്റെ അവസാന ദിവസം, കംസ് ദ ഫെസ്റ്റിവൽ ഓഫ് വിമൻ നെയ്മഡ് ത്യാഗ. അവസാന ദിവസമായിരിക്കും ഈ ഒരു ഉത്സവം വരുന്നത്. അതിൻ്റെ പേരാണ് ത്യാഗ. ഫോർ എ മന്ത്, അല്ലേ, 1 മാസം മുഴുവനും ഓൾ വിമൻ സാക്രിഫൈസ് ഫ്രം ദ ഫുഡ് ടു ഓൾ ലാവിഷ് വേസ് ഓഫ് ലൈഫ്. സ്ത്രീകൾ എല്ലാത്തരം ഭക്ഷണത്തിൽ നിന്നും ആഡംബര ജീവിതത്തിൽ നിന്നെല്ലാം മാറി നിന്ന് അവർ ത്യാഗം ചെയ്യും. ടു ടേക്ക് ഓൺലി ദ വെജിറ്റേറിയൻ ഫുഡ്. ദേ ടേക്ക് ഓൺലി ദ വെജിറ്റേറിയൻ ഫുഡ്. അവർ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. ആൻഡ് റിമെയിൻസ് അറ്റ് ഹോം ഓഫറിങ് പ്രേയേഴ്സ് ടു ഗോഡ്. അതുപോലെ തന്നെ വീട്ടിൽ എവിടേക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥനയിൽ മുഴുകും. ഓൺ ദ ഡേ ഓഫ് ഫെസ്റ്റിവൽ, ആ ഒരു ഉത്സവത്തിൻ്റെ അന്ന്, ദേ അസംബിൾഡ് എറ്റ് എ പ്ലേസ്. അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടും. അറ്റ് 7 o'clock ഈവനിങ്, വൈകുന്നേരം സന്ധ്യാസമയം 7 മണിക്ക്, ദേ മൂവ് ടു എ നിയർ ബൈ ഹോളി പോണ്ട്.
വളരെ വിശുദ്ധമായ ഒരു കുളത്തിനടുത്തേക്ക് അവർ പോകും. ക്യാരിയിങ് പ്ലേറ്റ്സ് ഡെക്കറേറ്റഡ് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ലാമ്പ്. അവരുടെ കയ്യിൽ ഒരു താലം ഉണ്ടായിരിക്കും, ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. അതിൽ അത് പൂക്കളാലും അതുപോലെ തന്നെ വിളക്കുകളാലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് തിരിയൊക്കെ കൊളുത്തിയ ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. ദെൻ ദേ മൂവ് സൈലൻ്റ്ലി ടു ദ പോട്ട്. എന്നിട്ട് അവർ കുളത്തിനടുത്തേക്ക് വളരെ നിശബ്ദരായി നടന്നു പോകും. ആൻഡ് പ്ലേസ് ദ പ്ലേറ്റ്സ് ഓൺ ദ വാട്ടർ. എന്നിട്ട് ആ ഒരു പാത്രം വെള്ളത്തിൽ വെക്കും. ആൻഡ് ടേക്ക് എ ഡിപ്പ് ഇൻ ദ ഹോളി വാട്ടർ. എന്നിട്ട് ആ ഒരു കുളത്തിൽ അവർ ഒന്ന് മുങ്ങി എഴുന്നേൽക്കും. ദെൻ ദേ ആർ ഫ്രീ ഫ്രം ദ ലെൻഡ്. ആ വെള്ളത്തിൽ മുങ്ങലോടുകൂടെ അവർ ആ ഒരു നോമ്പിൽ നിന്നും മോചിതരാണ്. ആൻഡ് ഗോഡ് ഷവേഴ്സ് ബ്ലെസ്സിങ് ഓൺ ദെയർ. ദൈവം അവർക്ക് മേലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ഗുഡ് എന്നുള്ള ഗോഡാണ് കേട്ടോ. ദർ ആസ് ബിലീവ് ഇറ്റ്. അല്ലേ, അവരങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നോ മെയിൽസ് ആർ പെർമിറ്റഡ് ടു കം നിയർ ദ ഹോളി പ്ലേസ്. ഒരു പുരുഷനെയും ആ ഒരു സ്ഥലത്തേക്ക് പ്രവേശനം നൽകുകയില്ല. ദേ ആർ പെർഫോമിങ് ദിസ് ഇൻ ദ മൂൺ ലൈറ്റ്. ഈ ഒരു ആചാരം നടപ്പിലാക്കുന്നത് ചന്ദ്രൻ്റെ പ്രകാശത്തിലാണ്. നല്ല നിലാവുള്ള രാത്രിയിലാണ് ഈ ഒരു ആചാരം നടക്കുന്നത്. ഇഫ് എ മാൻ അപ്പിയേഴ്സ് ദർ. ഏതെങ്കിലും ഒരു പുരുഷൻ അവിടെ പ്രത്യക്ഷമായാൽ ദ മൂൺ ലൈറ്റ് വിൽ ഗെറ്റ് ഡിം. നിലാവ് അതോടുകൂടെ ഇല്ലാതാവും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദിസ് സ്ട്രേഞ്ച് റിച്വൽ ഓഫ് വിമൻ റിമൈൻഡ്സ്. ഈ ഒരു വിചിത്രമായ ആചാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓഫ് ആൻ ഓൾഡ് സ്റ്റോറി. ഒരു പഴയ കഥയാണ്. ഓഫ് എ ലേഡി നെയ്മഡ് സത്യ. സത്യ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ കഥയാണ്. ലിവ്ഡ് ഫോർ ദ ഫാമിലി. അവൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. ദെൻ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ വെരി ഒബീഡിയൻ്റ്ലി. വളരെ അനുസരണയോടെ ആ ഹസ്ബൻഡിനും ചിൽഡ്രനും വേണ്ടി അവർ ജീവിച്ചു. വെൻ ദ ഫാമിലി സസ്പെക്റ്റ് ഹർ. അവളുടെ ഫാമിലി അവളെ സംശയിച്ചപ്പോൾ ഷി ഹാസ് ടു പ്രൂവ് ഹർ ഇന്നസെൻസ് ആണ് കേട്ടോ, സ്പെല്ലിംഗ് ഇതല്ല, ഇന്നസെൻസ് ബൈ സ്റ്റാൻഡിങ് ഇൻ ദ പോണ്ട് ഓൺ ദ ഹോൾ ഡേ. അവൾ തൻ്റെ നിഷ്കളങ്കത അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഒരു ദിവസം മുഴുവനും ഈ ഒരു കുളത്തിനടുത്ത് നിന്നു, പ്രാർത്ഥിച്ചു. ഗോഡ് ഹേർഡ് ഹെർ പ്രയർ. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ടു ദി സർപ്രൈസ് ഓഫ് ഹർ ഫാമിലി. അവളുടെ കുടുംബത്തിന് അത്ഭുതമെന്നോണം ഷി ഈസ് സീൻ സറൗണ്ടഡ് ബൈ ദ വൈറ്റ് സ്വാൻസ്. അവൾക്ക് ചുറ്റും ഒരുപാട് വെള്ള അരയന്നങ്ങളാൽ അവൾ വലയം ചെയ്തതായിട്ടാണ് ഫാമിലിക്ക് കാണാൻ സാധിച്ചത്. വിച്ച് ഈസ് ദ സിംബൽ ഓഫ് പ്യൂരിറ്റി. സ്വാൻ എന്നത് പ്യൂരിറ്റിയുടെ ഒരു അടയാളമാണ്, സിംബലാണ്. ദ വെരി നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം തന്നെ വിത്ത് സ്വാൻസ്, ഈ ഒരു അരയന്നങ്ങളോട് കൂടെ ഷി ഈസ് വെൽക്കം ടു ദ ഡെപ്ത് ഓഫ് ദ പോണ്ട്. കുളത്തിൻ്റെ ആഴത്തിലേക്ക് അവൾ പോയി. ആൻഡ് ഹെർ ബോഡി വാസ് നോട്ട് റിക്കവേർഡ് ഫ്രം ദ പോണ്ട്. അവളുടെ ബോഡി പോലും ശവശരീരം പോലും ആ ഒരു കുളത്തിൽ നിന്ന് തിരഞ്ഞു കണ്ടെത്താൻ സാധിച്ചില്ല. സോ ടുഡേയ്സ് വുമൺ ബിലീവ് ദാറ്റ്. അതുകൊണ്ട് ഇപ്പോഴുള്ള സ്ത്രീകൾ വിശ്വസിക്കുന്നത് സത്യയെപ്പോലെ തന്നെ ബൈ ഒബ്സർവിങ് ദിസ് റിച്വൽ, ഈ ഒരു ആചാരം അനുഷ്ഠിക്കുന്നതിലൂടെ ദേ വിൽ ബി ടൈഡ് ഓൾവേസ് ടു ദെയർ ഫാമിലി. അവരുടെ കുടുംബവുമായി നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആചാരം അവർ കൊണ്ടാടുന്നത്. ഇത്രയുമാണ് ഈ ഒരു റിച്വൽ, നമ്മുടെ പ്രദേശത്ത് ഉള്ള ഒരു റിച്വലിനെ കുറിച്ചുള്ള ഒരു
റൈറ്റപ്പാണിത്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ റൈറ്റപ്പ് സ്വന്തമായിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Activity 3 at the page number 96. This is from the extended activity 3. Conversation. Decide on a place to visit and approach a travel agency to make arrangements. നിങ്ങളൊരു സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചു. ആൻഡ് അപ്രോച്ച് എ ട്രാവൽ ഏജൻസി, എന്നിട്ട് ട്രാവൽ ഏജൻസിയെ സമീപിച്ചു. ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ്, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്താൻ വേണ്ടി. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ട്രാവൽ ഏജൻറ്റ്. നിങ്ങളും ആ ട്രാവൽ ഏജൻറ്റും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ എഴുതുക. ഇതും എക്സാമിന് ചോദിച്ചു തന്നെയാണ്. ഈ ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന ചാപ്റ്ററിൽ നിന്നും ദ സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കടാവ് എന്നതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. ഇപ്പോൾ കോൺവെർസേഷൻ നോക്കാം. നിങ്ങളും ട്രാവൽ ഏജൻറ്റുമാണ്. യു, ഗുഡ് മോർണിംഗ് സർ. ഏജൻറ്റ്, വെരി ഗുഡ് മോർണിംഗ്. യു, ആർ യു ട്രാവൽ ഏജൻറ്റ് ഓഫ് മന്ത്ലി ടൂർ? ഈ ഒരു മന്ത്ലി ടൂറിൻ്റെ ട്രാവൽ ഏജൻ്റാണോ? ഏജൻറ്റ്, ഓഫ് കോഴ്സ്. ഹൗ യു കം ടു നോ? നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? യു, ഐ സോ യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ അവർ സ്കൂൾ മാഗസിൻ. ഞങ്ങളുടെ സ്കൂൾ മാഗസിനിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യം ഞങ്ങൾ കണ്ടിരുന്നു. ട്രാവൽ ഏജൻറ്റ്, ഓ. വെൻ യു ആർ വില്ലിംഗ് ടു നെക്സ്റ്റ് ട്രിപ്പ്, അടുത്ത ട്രിപ്പ് പോകാൻ എപ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏജൻറ്റ്, നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വീക്ക്, അടുത്ത മാസം അവസാനത്തെ ആഴ്ചയാണ് പോകുന്നത്. ആർ യു ഇൻട്രസ്റ്റഡ്? നിങ്ങൾക്ക് പോരാൻ താല്പര്യമുണ്ടോ? യെസ്, മീ ആൻഡ് മൈ ഫാമിലി ലൈക്ക് ടു ജോയിൻ യു. അല്ലെ, ഞാനും എൻ്റെ കുടുംബവും നിങ്ങളോട് കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു. ഏജൻറ്റ്, ഓക്കെ. ടു ബുക്ക് യു ഹാവ് ടു പേ 15,000. നിങ്ങൾ പോരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി പണം അടയ്ക്കേണ്ടി വരും. ദെൻ യു, വെൻ ഷുഡ് ഐ പേ? ഞാൻ എപ്പോഴാണ് ക്യാഷ് നൽകേണ്ടത്? ഏജൻറ്റ്, വി വിൽ ലെറ്റ് യു നോ ഓഫ് ദ ഡേറ്റ്. അല്ലേ, ഞാൻ നിങ്ങളെ ഡേറ്റ് അറിയിക്കാം. യു, ഹൗ മെനി ആർ ദർ ഇൻ ദ ഗ്രൂപ്പ്? നിങ്ങളിൽ എത്ര പേർ, ഈ ഒരു ഗ്രൂപ്പിൽ എത്ര പേർ ഉണ്ടായിരിക്കും? ഏജൻറ്റ്, യു ആർ 35 മെമ്പർ, മാക്സിമം മീൻസ് 50. ഏകദേശം 35 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, മാക്സിമം 50 ആയിരിക്കും. ഓക്കെ. ദെൻ യു, ഹൗ മച്ച് ലഗേജ് ഐ ക്യാൻ ക്യാരി? എത്ര ലഗേജ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും? ഏജൻറ്റ്, യു ക്യാൻ ക്യാരി 20 kilograms, ബട്ട് ഐ സജസ്റ്റ് യു ടു ടേക്ക് മിനിമം ലഗേജ്. മിനിമം നിങ്ങൾക്ക് 20 കിലോഗ്രാം എടുക്കാം മാക്സിമം, പക്ഷേ നിങ്ങളുടെ ലഗേജ് കുറക്കുന്നത് നന്നായിരിക്കും. ദെൻ യു, ഓക്കെ താങ്ക്സ്, ഐ വിൽ സെൻഡ് യു എ മണി സൂൺ. അല്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി പണം അയക്കാം. ഏജൻറ്റ്, അല്ലേ, ദാറ്റ്സ് ഫൈൻ. യു, ബൈ. ഇത്രയുമാണ് ട്രാവൽ ഏജൻറ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. ഈ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. At the page number 97, you can see the activity 4. Introductory speech. Imagine yourself to be a travel guide. നിങ്ങളൊരു ട്രാവൽ ഗൈഡാണെന്ന് സങ്കല്പിക്കുക. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. A group of tourists visit one of the most popular tourist spot in your locality. നിങ്ങളുടെ പ്രദേശത്തുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കുറച്ച് ടൂറിസ്റ്റ് വന്ന് സന്ദർശിക്കുകയാണെന്ന് വിചാരിക്കാം. ഹൗ വുഡ് യു വെൽക്കം ദം? അവരെ എങ്ങനെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യുക? പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് യു വിൽ മേക്ക് ദാറ്റ് ഒക്കേഷൻ. ആ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് നൽകുന്ന ആ ഒരു സ്പീച്ച്, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവരോട് പറഞ്ഞിരിക്കാം. ഇൻട്രൊഡ്യൂസിങ് ദ ടൂറിസ്റ്റ് സ്പോട്ട് ടു ദ വിസിറ്റേഴ്സ്. ഈ വരുന്ന വിസിറ്റേഴ്സിന്, അവിടെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനെ
ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിനെ എല്ലാം നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റായിട്ട് തന്നെ എഴുതണം. എന്ത് വെൽക്കമിങ് ടൂറിസ്റ്റിലെ 3-4 ഹെഡിങ്ങുകളിലായിട്ടാണ് കാര്യങ്ങൾ എഴുതേണ്ടത്. 8 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തത് വെൽക്കമിങ് ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യണം ആദ്യം. ദെൻ ദ ഡിസ്ക്രൈബിങ് ലൊക്കേഷൻ, പിന്നീട് ഈ ഒരു ലൊക്കേഷനെല്ലാം നമ്മൾ വിവരിച്ചു കൊടുക്കണം. ദെൻ ഇൻട്രൊഡ്യൂസിങ് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഓർ ഹൈലൈറ്റ്സ്, അല്ലെ പ്രധാനപ്പെട്ട ആ ഒരു സ്ഥലത്ത് പ്രധാനപ്പെട്ട് ഉള്ള സംഗതികളെല്ലാം, സ്പെഷ്യൽ ഇവൻറ്റ്സ് അതുപോലെ തന്നെ ഹൈലൈറ്റിൽ ഉയർത്തി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറയണം. ദെൻ നെക്സ്റ്റ് വൺ ഓഫറിങ് അഡ്വൈസ്, ഡൂസ് ആൻഡ് ഡോൺട്സ്, അല്ലേ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം അല്ലെ അവർക്ക് ഉപദേശങ്ങൾ നൽകണം. 4-മത്തതാണ് ക്ലോസിങ് റിമാർക്സ്. ഈ സ്പീച്ച് അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കമിങ് ടൂറിസ്റ്റ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്, യു ആർ വെൽക്കം ടു യുവർ ഓൺ കൺട്രി കേരള. നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐ ആം യുവർ ഗൈഡ് നബ്ല. ഞാൻ നിങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡാണ്. എൻ്റെ പേര് നബ്ല. യു ആർ പ്രിവിലേജ് ടു വിസിറ്റ് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ടൂറിസ്റ്റ് സ്പോട്ട് ഓഫ് കേരള. കേരളത്തിൽ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഐ വിൽ ബി വിത്ത് യു ഡ്യൂറിങ് ദ എൻറ്റയർ ടൂർ ടു ദിസ് പ്ലേസ്. ഈ ഒരു പ്രദേശത്ത് നിങ്ങളുടെ കൂടെ ഞാൻ മുഴുവനായിട്ടും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഐ അഷ്വയർ യു, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ദാറ്റ് യു വിൽ എൻജോയ് ഹിയർ, നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടും. യു ആർ ഗോയിങ് ടു സീ സം അമേസിങ് സൈറ്റ്. ഇവിടെ വളരെ അമേസിങ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ബി റെഡി വിത്ത് യുവർ ക്യാമറ, നിങ്ങളുടെ ക്യാമറയുമായി റെഡി ആയിക്കോളൂ. ദർ ആർ സം സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ദാറ്റ് വിൽ ത്രിൽ യു, അല്ലേ ഇവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും നല്ല സൗണ്ട്സും അതെല്ലാം നിങ്ങളെ എൻജോയ് ചെയ്യും. യു വിൽ കം ബാക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ടു സീ ദം. നിങ്ങൾ ഇന്ന് പോലെയല്ല, ഇനിയും നിങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരും, അതെനിക്ക് ഉറപ്പാണ്. ഇത്രയുമാണ് ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യേണ്ടത്. ദെൻ ഡിസ്ക്രൈബിങ് ദ ലൊക്കേഷൻ. ഇനി നമുക്ക് ഈ ഒരു ലൊക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്യണം. ദിസ് ഈസ് മലമ്പുഴ വിച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഫോർ ദ എൻറ്റയർ ഫാമിലി ഓർ ഫ്രണ്ട്സ് ടു എൻജോയ് ദ സെറീൻ ആംബിയൻസ് ഓഫ് നേച്ചർ. ഇവിടെ ഇത് മലമ്പുഴയാണ്, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ആയി വന്നാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സെറീൻ ആംബിയൻസ് ആണ്. സെറീൻ എന്ന് പറഞ്ഞാൽ വളരെ ശുചിത്വമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ പയനിയറിംഗ് ടൂറിസം ലൊക്കേഷൻ ഇൻ കേരള. ഇത് കേരളത്തിലെ ഒരു പയനിയറിംഗ് ടൂറിസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അബൌട്ട് 5 കിലോമീറ്റർ ഫ്രം പാലക്കാട് ടൗൺ. പാലക്കാട് നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലമ്പുഴ ഡാം ഈസ് ദ ലാർജസ്റ്റ് റിസർവോയർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും വലിയ റിസർവോയറാണ് മലമ്പുഴ ഡാം. എറൗണ്ട് ദ റിസർവോയറിന് ചുറ്റും, റിസർവോയർ ഓഫ് ദ ഡാം, ഡാമിൻ്റെ റിസർവോയറിന് ചുറ്റും ദർ ആർ ബ്യൂട്ടിഫുൾ ഗാർഡൻസ്, വളരെ മനോഹരമായ പൂന്തോട്ടങ്ങൾ നമുക്ക് കാണാം. ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്സ്, ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നത്. ഏത് ലൊക്കേഷനായാലും അതിൻ്റെ ഇതെന്താണ് ഇവിടെ കാണാനുള്ളതെന്നും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അവിടെ ഒരു പ്രധാനമായ കാര്യങ്ങളും നമ്മളൊന്ന് മെൻഷൻ ചെയ്യുക. ദെൻ ഇൻട്രൊഡ്യൂസിങ് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഓർ ഹൈലൈറ്റ്സ്. ഇവിടെ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനുള്ളത് എന്നാണ് ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഹിയർ യു ആർ ഗോയിങ് ടു സീ ദ ഗാർഡൻ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പൂന്തോട്ടം, ബോട്ടിംഗ് ഫെസിലിറ്റീസിൽ ഒരുപാട് ബോട്ടുകൾ കാണാം. സ്നേക്ക് പാർക്ക്, ഇവിടെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട്. ദെൻ റോക്ക് ഗാർഡൻ,
ഒരു റോക്ക് ഗാർഡൻ ഉണ്ട്. മോർ ഓവർ, അതിനൊക്കെ പുറമെ യു ക്യാൻ എൻജോയ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ദ റോപ്പ് വേ റൈഡ്, അല്ലേ, വളരെ പ്രധാനമായ ഒരു റോപ്പ് വേ റൈഡും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൺ ദ ടോപ്പ് ഓഫ് ദ ഗാർഡൻ, ഈ ഒരു മനോഹരമായ പൂന്തോട്ടത്തിന് മുകളിലൂടെ നിങ്ങൾക്ക് റോപ്പ് വേയിൽ പോകാം. അതിലൂടെ പോയാൽ കംസ് വിത്ത് ആൻ അൺഇൻറ്ററപ്റ്റഡ് വ്യൂ ഓഫ് ദ സറൗണ്ടിങ്, അല്ലേ, ഒരിക്കലും ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു ചുറ്റുഭാഗം സറൗണ്ടിങ്സ് മുഴുവനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഡു നോട്ട് ഫോർഗെറ്റ് ടു ഷൂട്ട് ദിസ് സൈറ്റ്, ഈ ഒരു കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോവണ്ട. ഇത്രയുമാണ് പറയുന്നത്. ദ നെക്സ്റ്റ് ഓഫറിങ് അഡ്വൈസ്, അല്ലേ, അവസാനമായി കുറച്ച് ഉപദേശങ്ങൾ നൽകുകയാണ്, അല്ലേ, ഡസ് ആൻഡ് ഡോൺട്സ്, അല്ലേ, ചെയ്യേണ്ടതും അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കാര്യങ്ങളും. ദർ ആർ മെനി ഹോക്കേഴ്സ് ഇൻ ദ സറൗണ്ടിങ് ഏരിയ, ഈ സറൗണ്ടിങ് ഏരിയയിൽ ഒരുപാട് ഹോക്കേഴ്സിനെ കാണാം. ഡു നോട്ട് ടെംപ്റ്റഡ് ബൈ ദെയർ സ്വീറ്റ് വേർഡ്സ്, അവരുടെ മധുരമുള്ള വാക്കുകളിൽ നിങ്ങൾ മയങ്ങിപ്പോകണ്ട. സം ഓഫ് ദം ചാർജ്ഡ് വെരി ഹൈലി ഫോർ ദെയർ ഗുഡ്സ്, ചില ആളുകൾ അവരുടെ സാധനങ്ങൾക്ക് വളരെ വില വാങ്ങും. ആൻഡ് ആൾസോ ഡോണ്ട് ബി ട്രാപ്ഡ് ബൈ ദ ഡ്രഗ് ഡീലേഴ്സ്, അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെ കെണിയിൽ നിങ്ങൾ അകപ്പെടേണ്ട. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആദ്യം പറഞ്ഞത് അവിടെയുള്ള കടയിലുള്ള തട്ടിപ്പുകാരുണ്ടാവും, അതൊന്നും അവരിലൊന്നും കുടുങ്ങണ്ട. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ആ ഒരു ചതിയിലൊന്നും അകപ്പെടണ്ട. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഇഫ് യു ആർ വീക്ക് ഓർ ടയേർഡ്, നിങ്ങൾ ക്ഷീണിതനോ അല്ലെങ്കിൽ പ്രയാസമുള്ളവരൊക്കെ ആണെങ്കിൽ ഡോണ്ട് ക്ലൈംബ് ഓൺ ദ റോക്ക് വേ എന്നല്ല, റോപ്പ് വേ എന്നാണ്. റോപ്പ് വേയിൽ നിങ്ങൾ കയറണ്ട, അഥവാ കയറിയാൽ നിങ്ങൾക്ക് തല ചുറ്റാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ കയറാൻ നിൽക്കണ്ട. ഇത്രയും അഡ്വൈസാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് ക്ലോസിങ് റിമാർക്സ്, ഈ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദീസ് സൈറ്റ്സ്, ഈ ഒരു സൈറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വൺസ് അഗെയിൻ ഐ വെൽക്കം യു ടു ദിസ് പ്ലേസ്, ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ഒരു പ്ലേസ് സന്ദർശിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ഇൻട്രൊഡക്ടറി സ്പീച്ച്. അപ്പോൾ നമ്മൾ ഒരു 4-5 ആക്ടിവിറ്റി നമ്മളിപ്പോൾ 5 ആക്ടിവിറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കടാവിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ആക്ടിവിറ്റീസ് എല്ലാം നോട്ട്സിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.